ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാനും വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് മതവർഗീയതയുടെ മതിൽക്കെട്ടുകൾ ഉയർത്തുവാനും ചില കോണുകളിൽ നിന്നും ബോധപൂർവമായ പല ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. എന്നാൽ അത്തരം ജാതി മത വേലിക്കെട്ടുകളെ ശക്തമായ മതേതര നിലപാടുകൾ കൊണ്ട് ചവിട്ടിപ്പൊളിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുകയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. ശിവഗിരി മഠത്തിന്റെ UK ആശ്രമത്തിൽ നടന്ന ഗുരുകൃപ സംഗമത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ സന്ദർശനവും പ്രസംഗവും ഇപ്പോൾ പ്രവാസ ലോകത്തും നാട്ടിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ശിവഗിരി മഠത്തിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രഥമ അഫിലിയേറ്റ് കേന്ദ്രമായ UK ശിവഗിരി ആശ്രമത്തിലാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഗുരുകൃപ സത്സംഗം നടന്നത്. ആശ്രമം പ്രസിഡന്റ് ബൈജു പാലക്കിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ശിവഗിരി മഠം അഡ്വൈസറി ബോർഡ് അംഗവും പ്രമുഖ വ്യവസായിയുമായ KG ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രമത്തിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് 50 ലക്ഷം രൂപയുടെ ധനസഹായവും അദ്ദേഹം കൈമാറി. ശ്രീനാരായണ ഗുരുവിന്റെ മാനവിക ദർശനങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കേണ്ടത് ഓരോ ഗുരുഭക്തന്റെയും ഉത്തരവാദിത്തമാണെന്ന ചടങ്ങിൽ പ്രഭാഷണം നടത്തിയ അദ്ദേഹം ഗുരുധർമ്മ പ്രചാരണ സഭ ജോയിന്റ് സെക്രട്ടറി സ്വാമി വിശ്വാനന്ദനെ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ചാണ്ടി ഉമ്മൻ MLA ആയിരുന്നു. ലോകം ഇന്ന് നേരിടുന്ന സാമൂഹിക വെല്ലുവിളികൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ മാത്രമാണ് ശാശ്വത പരിഹാരമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജാതിയും മതവും പറഞ്ഞ് വിദ്വേഷം വളർത്തുന്ന രാഷ്ട്രീയ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ലളിതമായ രാഷ്ട്രീയ പുകഴ്ത്തലുകൾക്കപ്പുറം ജാതി മതചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ കാണുക എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അടിയുറച്ച രാഷ്ട്രീയ ദർശനമാണ്. അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടി തന്റെ ജീവിതത്തിലുടനീളം പാലിച്ചു പോന്നതും ഇതേ മതേതര നിലപാടുകൾ തന്നെയായിരുന്നു. വിഭജന രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്ന സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുവാനാണ് ഇത്തരം വേദികളിലൂടെ ചാണ്ടി ഉമ്മനും ശ്രമിക്കാറ്. ആശ്രമം സെക്രട്ടറി ഗണേഷ് ശിവൻ, വൈസ് പ്രസിഡന്റ് സജീഷ് ദാമോദരൻ, ഗുരുമിത്ര കോർഡിനേറ്റർ ബിജി മോൾ, അജിമോൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളായിരുന്നു ഈ സംഗമത്തിൽ പങ്കാളികളായത്. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന ചടങ്ങിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. അതെ, വർഗീയതയും വിദ്വേഷവും കണ്ട് മനുഷ്യരെ അകറ്റുവാൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് UK ശിവഗിരി ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യത്തിന്റെ ഈ സന്ദേശം. ഇവിടെ സമുദായ സമവാക്യങ്ങളെ ഒന്നിപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ അക്ഷീണം പോരാടുമ്പോൾ അപ്പുറത്ത് ചാണ്ടി ഉമ്മൻ വിദേശ രാജ്യങ്ങളിലും ആ മതിൽ പൊളിക്കുന്നു എന്നത് അദ്ദേഹത്തെ പോലും ഞെട്ടിക്കുന്ന കാഴ്ചയാണ്.